അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ സമയം 6:30 എൻ്റെ വോയിസിൽ ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് കോൾഡാണ്, അതുപോലെ ചുമയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ താഴേക്ക് പോയി. എനിക്ക് ചായ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നേരെ ടെറസിലേക്ക് പോയി. രാവിലെ മേളിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. രാവിലെ ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ എനിക്ക് കൂട്ടായിട്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരെ താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ രാത്രി മേടിച്ച ഫ്രൈഡ് റൈസ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കഴിച്ചു. ഇത്രയും ദിവസം ഞാൻ സ്റ്റഡി വ്ളോഗ് ഇട്ടത് എൻ്റെ അനിയത്തിയുടെ റൂമിലായിരുന്നു. ഞാൻ അവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്. അവളുടെ റൂം നല്ല വലുതായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവളുടെ റൂമിൽ സൺലൈറ്റ് വളരെ കുറവാണ്, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും ബ്രൈറ്റ്നെസ് ഇല്ല. സോ ഞാൻ വിചാരിച്ചു എൻ്റെ മുറിയിലാണെങ്കിൽ നല്ല രീതിയിൽ സൺലൈറ്റും കിട്ടും, എന്നാൽ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ മേശ കൊണ്ടുവന്ന് എൻ്റെ മുറിയിലിട്ടു. ഇപ്പോൾ ഈ ഡെസ്ക് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ ബെഡ് കിടന്നുകൊണ്ടിരുന്ന ഭാഗമായിരുന്നു. ഏകദേശം 3 വർഷമായിട്ട് ഞാൻ ഇതുവരെ എൻ്റെ മുറിയിലൊരു ചേഞ്ച് വരുത്തിയിട്ടില്ല. ജസ്റ്റ് സ്റ്റഡി ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്നല്ലാതെ വേറെ ചേഞ്ചൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ബെഡിൻ്റെ പൊസിഷൻ മാറ്റിയപ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് മുറിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പഴയ സ്റ്റഡി ടേബിളാണ്. ഞാനത് എൻ്റെ ഹോളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിരിക്കുന്ന ഭാഗത്തേക്ക് ബെഡ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു റൂം മേക്ക് ഓവറാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റഡി ടേബിളായിരുന്നു ഞാൻ ശരിക്കും പഠിച്ചുകൊണ്ടിരുന്നത്. മറ്റേ ടേബിള് കമ്പ്യൂട്ടർ ടേബിളായിരുന്നു. ഇപ്പം ഞാൻ അത് പഠിക്കാനും പിന്നെ ഇത് എഴുതാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു വൈറ്റ് ടേബിൾ മേടിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതൊരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 266. അങ്ങനെ ബെഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാട്ടോ എൻ്റെ റൂം വരുന്നത്. പെട്ടെന്ന് മുറിക്കൊരു ചേഞ്ചൊക്കെ വന്നപ്പോൾ പഠിക്കാനൊക്കെ നല്ല മൂഡ് വരുന്നുണ്ട്. സാധാരണ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും. ചിലപ്പോൾ ഹോളിലേക്ക് മാറ്റും, ചിലപ്പോൾ മുറിയിലിരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബെഡ് മാറ്റിയിട്ട് അവിടെ സ്റ്റഡി ടേബിൾ വെക്കണത്. അപ്പോൾ മുറിക്ക് കുറച്ചും കൂടി സ്പേസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. നേരത്തെ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫീവർ ആയതുകൊണ്ട് കേട്ടോ എൻ്റെ വോയിസ് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പൊസിഷൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഈ കഴിഞ്ഞ 3 വർഷം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്താതിരുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ സമയം ഉച്ചയാവാറായി. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുവാണ്. പിന്നെ കുറേ പേർക്ക് അറിയില്ലായിരിക്കും ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്ന്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്. ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ 6th സെം ആണ്. മാർച്ചിലായിരിക്കും എക്സാം. ഫെബ്രുവരി വേറൊരു എക്സാം വരുന്നുണ്ട്, അത് സെക്കൻഡ് ഇൻ്റേണൽ എക്സാമാണ്. അങ്ങനെ ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട്. ആദ്യം ഞാൻ പഠിക്കാൻ പോണത് കോർഡിനേഷൻ കെമിസ്ട്രിയാണ്. കോർഡിനേഷൻ കെമിസ്ട്രി എനിക്ക് പൊതുവേ കുറച്ച് പാടാണ്, അതുകൊണ്ട് അത് ആദ്യം പഠിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ നോട്ട്സ് നമ്മൾ സ്വന്തം ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ ഞാൻ കൂടുതലും +2 ക്ലാസ്സസൊക്കെയാണ് കേൾക്കാറ്. എന്നിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കലാണ് പതിവ്. പക്ഷേ ഇത്തവണ മിസ്സ് തന്നെ നല്ല രീതിയിൽ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനായിട്ടൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ നോട്ട് എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, എഴുതിയാൽ ശരിയാവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. ഒരുപാട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഫെബ്രുവരി 10 സെക്കൻഡ് ഇൻ്റേണൽ എക്സാം. സെക്കൻഡ് ഇൻ്റേണൽ എക്സാമിന് തുടക്കം മുതൽ പഠിപ്പിച്ചതെല്ലാം ചോദിക്കും. മെജോറിറ്റി ചോദിക്കുന്നത് സെക്കൻഡ് ഇൻ്റേണലിൻ്റെ ആണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ പോർഷൻസ് ഫസ്റ്റ് ഇൻ്റേണലിലും ചോദിക്കും. അപ്പോൾ മൊത്തം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 1 മാസം കഷ്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ടൂറുണ്ട്. അടുത്ത ആഴ്ചയാണ് ടൂർ പോകുന്നത്. അതിൻ്റെയൊക്കെ വ്ളോഗ് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യും. 4 ദിവസത്തെ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പഠിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പോയിൻറ്റുകളൊക്കെ സൈഡിൽ എഴുതി വയ്ക്കും. എന്താണ് പഠിക്കുന്നത് അത് ജസ്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതി വയ്ക്കും. ഒരു തവണ എഴുതി വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറും. പിന്നെ അതൊന്ന് പറഞ്ഞു നോക്കും. പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് കാണാപ്പാഠം
ഓരോ വാക്കും കാണാപ്പാഠം പഠിച്ച് അങ്ങനെയൊക്കെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ് കൺസെപ്റ്റ് എന്ന് മലയാളത്തിൽ മനസ്സിലാക്കി വയ്ക്കും, എന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് എഴുതും. അങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. കാരണം അങ്ങനെ കാണാപ്പാഠം പഠിക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ കിട്ടാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, എസ് ബ്ലോക്ക് എലമെൻസിൻ്റെയും ഡി ബ്ലോക്ക് എലമെൻസിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിത് 10ാം ക്ലാസ്സിൽ പഠിച്ച പോർഷൻസൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 10ാം ക്ലാസ്സിൽ ഒരു നോട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിലത്തെ നോട്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാ എലമെൻസിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിരിക്കണം. എനിക്ക് ഈ പഴയ ബുക്കൊക്കെ എടുത്തു വെക്കണ ശീലമുണ്ട്. എൻ്റെ കയ്യിൽ 8ാം ക്ലാസ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുണ്ട്. അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ആൻസർ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബുക്കുകൾ, +1 +2 വരെ ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ സൂക്ഷിച്ച് വയ്ക്കും. എന്താണെന്നറിയില്ല, ചുമ്മാ ഒരു മെമ്മറി അല്ലേ. എനിക്ക് ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ 10ാം ക്ലാസ്സിൽ ബുക്ക് കയ്യിലുള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷമായി. +1 +2 പഠിക്കുന്ന സമയത്ത് കൊറോണയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിഗ്രിക്ക് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. +1 +2 അങ്ങനെ അധികം മെമ്മറീസൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു NSS ക്യാമ്പ് മാത്രമാണ് എൻ്റെ മെമ്മറിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും ക്ലാസ്സിൽ പഠിച്ച മിക്കവരുടെയും പേരറിയില്ല. കാരണം ഒരു ക്ലാസ്സിൽ പകുതി പേര് വെച്ചായിരുന്നു ഒരു ബാച്ചിലുണ്ടായിരുന്നു. ആ ബാച്ചിലുള്ള കുറച്ച് പേര് അറിയാമെന്നല്ലാതെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇപ്പോഴും അറിയില്ല. കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഈ 3 വർഷം ഒന്ന് കഴിഞ്ഞാൽ മതി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ 3rd ഇയർ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാൻ അസൈൻമെൻറ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അസൈൻമെൻ്റ് എന്ന് പറഞ്ഞ് വേറൊരു A4 സൈസിൽ എഴുതണം. അതും കൂടെ തീർന്നാൽ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആട്ടോ എൻ്റെ അസൈൻമെൻ്റ് എന്ന് ഞാൻ എഴുതിയത്. കാലിഗ്രഫിയിലൊക്കെ എഴുതാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാനൊരു ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. പിന്നെ രാത്രി ഒരു 7 മണി ആയപ്പോഴേക്കും ഉമ്മ ഈ പഴം നല്ല രീതിയിൽ എണ്ണയിൽ പൊരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പഴുത്ത പഴം ആരും അങ്ങനെ കഴിക്കാറില്ല. ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊന്ന് മുറിച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിടക്കാൻ പോയി. പിന്നെ ഞാൻ അധികമൊന്നും ചെയ്യാൻ നിന്നില്ല. എനിക്ക് അത്യാവശ്യം ചുമയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗുമായി പിന്നെ കാണാം. ബൈ.